എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT എന്നിങ്ങനെ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫോർത്ത് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് വൈകുന്നേരം 5 മണി വരെ ആയിരുന്നു. അതായത് ഡിസംബർ 20-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ആയിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നിങ്ങൾക്ക് LBS വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന് വരെ ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ, അതായത് ഡിസംബർ 21-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നാളെ ഉച്ചയോടെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ ഈ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ്, അതായത് ഈ വർഷത്തെ ഈ ഒരു പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫോർത്ത് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നാളെ ഉച്ചയോടെ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതാണ്. വിദ്യാർത്ഥികൾ നിലവിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ കാണാനുള്ള സൗകര്യമോ ഇപ്പോൾ ലഭ്യമായിരിക്കില്ല. കാരണം ആ ഒരു ലിങ്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന സമയമായിട്ടുള്ള ഡിസംബർ 20-ാം തീയതി വൈകുന്നേരം 5 മണി വരെ, അതായത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ശേഷം അത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണി വരെ ആയിരുന്നു വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതിയായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഓപ്ഷൻസ് ഇന്ന് വൈകുന്നേരം വരെ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വെബ്സൈറ്റിൽ ഈ ഒരു വാക്കൻസീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാക്കൻസി ഫോർ ദ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഓൺ 21/12/2024 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 21-ാം തീയതി പ്രസിദ്ധീകരിക്കുന്ന അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു വാക്കൻസീസ് ആണ് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വാക്കൻസീസ് എന്നുള്ള അവിടെയുള്ള ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ കോളേജിൻ്റെ കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതുപോലെ കോഴ്സിൻ്റെ കോഡ് ഏതാണ്, അതുപോലെ തന്നെ കോഴ്സിൻ്റെ പേരും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏത് കോട്ടയാണ്, സ്റ്റേറ്റ് മെറിറ്റ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാറ്റഗറി വൈസ് ആയിട്ടുള്ള സീറ്റാണോ എന്നുള്ളത് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറിയിലും അതുപോലെ ഓരോ കോഴ്സിലും ഓരോ കോളേജിലും, അതായത് ഒരു കോളേജിൽ തന്നെ വിവിധ കാറ്റഗറിയിലായിട്ട് സെയിം കോഴ്സിന് എത്ര വാക്കൻസീസ് വരുന്നുണ്ട് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തത് കൊണ്ട് തന്നെ ഏകദേശം 51 പേജ് ഉണ്ട് ഈ ഒരു PDF എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ വാക്കൻസീസ് ആണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഏതൊക്കെ കോട്ടയിലാണ് സീറ്റ് വാക്കൻസി ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കോഴ്സിൻ്റെ ആ ഒരു ഫുൾ ഫോം കൃത്യമായിട്ട്, അതായത് ഡിപ്ലോമ ഇൻ ഫാർമസിയുടെ കോഡ് എന്ന് പറയുന്നത് DP ആണ്. അതുപോലെ അതിൽ DV വരുന്നത് ഡിവരിയാണ്. അതുപോലെ SM എന്ന് പറഞ്ഞ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറി, അതായത് എല്ലാ വിദ്യാർത്ഥികളെയും പരിഗണിക്കുന്ന സീറ്റാണ് SM കാറ്റഗറി എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഓരോ കോളേജിലുമുള്ള വാക്കൻസീസ് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അഡ്മിഷൻ്റെ കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഒരു പേജ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് അലോട്ട്മെൻറ്റ് ഈ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ അലോട്ടഡ് എന്നും, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്നാണ് ഉണ്ടാവുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ടഡ് എന്നും അതുപോലെ വ്യൂ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്കും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു പേജിൽ തന്നെ, അതായത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ തന്നെ നിങ്ങൾ താഴോട്ടേക്ക് കുറച്ച് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ്
ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡിലോ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് നമ്പർ 4 എന്നും അതുപോലെ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് നമ്പർ 1 എന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് നമ്പർ 1 കൂടാതെ തന്നെ അടുത്തതായിട്ട് അതായത് മറ്റൊരു കോളേജ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് നമ്പർ എന്നുള്ള ഭാഗത്ത് 4 എന്നും അതുപോലെ പുതുതായിട്ട് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് കിട്ടിയതെന്നും കാണാൻ സാധിക്കും. അതുപോലെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് നമ്പർ 4 എന്നും അതുപോലെ തന്നെ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് കിട്ടിയതെന്നും അതുപോലെ തന്നെ മെയ്ക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കാണാൻ പറ്റും. ഈ ഒരു മെയ്ക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് കാണാൻ പറ്റുക. ഓൾറെഡി അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് മെയ്ക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവിടെ മെയ്ക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചലാൻ പ്രിൻ്റ് എടുത്ത ശേഷം തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് UPI അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ഏകദേശം ഒരു 3 ദിവസത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത് ആയിരിക്കില്ല. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതായത് ഒരു ഉദാഹരണത്തിന് എന്നൊരു കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുത്ത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് പോവുകയും പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഏത് കോളേജിലാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരും. ഇനി അതല്ല നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഒന്നും എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് തന്നെ അവിടെ നിലനിൽക്കും. അതായത് ഒരു വിദ്യാർത്ഥിക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും അലോട്ട്മെൻറ്റ് പുതുതായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം കിട്ടിയ ആ ഒരു സീറ്റ് അവിടെ നിലനിൽക്കുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ പുതുതായിട്ട് മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ജോയിൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അടച്ച ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലേക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ എന്നതായിരിക്കും. അതുപോലെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മറ്റൊരു കോളേജിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ അഡ്മിഷൻ നേരെ കോളേജിൽ പോയി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും ഫീസും കാര്യങ്ങളൊക്കെ തിരിച്ചു വാങ്ങി നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഏത് ദിവസമാണ് അതായത് 2 ദിവസത്തിനുള്ളിലാണ് സാധാരണ ഇതിൽ അഡ്മിഷനായിട്ടുള്ള സമയം അനുവദിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിക്കട്ടെ എന്ന് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ അലോട്ട്മെൻറ്റായിട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.